തന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നവരോട് സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് ഉപദ്രവിച്ചാ തിരിച്ചു ഉപദ്രവിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാ ഇന്ന് നിലനിൽപ്പുള്ളത്. അതൊരു കണക്കിന് ശരിയാ. അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ ഇഷ്യൂ ഹൈദരാബാദിലെ പ്രോജക്റ്റിന്റെ കാര്യം. അതിന് ഹരിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നേരെ ഒരുപാടായി. വാ, വന്ന് കിടക്കാൻ നോക്ക്. ബീന കിടന്നു. എനിക്ക് 1-2 പേരെ കൂടി വിളിക്കാനുണ്ട്. വെറുതെ ആദ്യം പിടിച്ച അസുഖം വരുത്തി വെക്കണ്ട. താൻ പോയി കിടക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. ആദർശേട്ടൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എപ്പോഴും ദേഷ്യം. എന്റെ ഭാഗ്യദോഷം കൊണ്ടാണ് ഇങ്ങനെ കഷ്ടകാലം വരുന്നതെന്നും വിവാഹശേഷമാണ് ഇത്രയും പരാജയങ്ങൾ ആദർശേട്ടൻ അനുഭവിക്കേണ്ടി വന്നതെന്നും വരെ പറഞ്ഞു. മീരെ അതൊന്നും കാര്യമാക്കണ്ട. പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ മനസ്സിനെ ആശ്വസിക്കാൻ ഒരു കാരണം വേണം. അതിനുവേണ്ടി പലതും തേടി കണ്ടുപിടിച്ചെന്നിരിക്കും. അതിനൊന്നും ജീവിതത്തിൽ വലിയ പ്രാധാന്യം നൽകരുത്. അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എളുപ്പം മൂന്നേട്ട. പക്ഷെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടാ. ആദർശനല്ലാതെ മറ്റാരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സിലത് വലിയ ചലനമൊന്നും ഉണ്ടാക്കില്ലായിരിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ചില വാക്കുകൾ നമ്മൾ അറിയാതെ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു പോകും. ആ സമയം അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ പറ്റി ആരും ബോധവാനായിരിക്കില്ല. ആദർശേട്ടന് പരാജയങ്ങൾ സംഭവിക്കാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാവും? അറിയാതെ ഞാൻ എന്തെങ്കിലും അനിഷ്ടം ഭഗവാനോട് ചെയ്തിട്ടുണ്ടാവോ? അതോ ഞാൻ ചെയ്ത എന്തെങ്കിലും പാപങ്ങളുടെ ഫലമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മീര എല്ലാത്തിനെയും സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും കൊണ്ട് സംഭവിക്കുന്നതാണോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇതെല്ലാം മറ്റുള്ളവരുടേതുമാകാമല്ലോ, അല്ലേ? കർമ്മത്തിന്റെ രഹസ്യം ആർക്കും മനസ്സിലാക്കാനാവാത്ത വിധം സങ്കീർണമാണ്. അതിൻ്റെ യാത്ര നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസവുമാണ്. എങ്കിലും ഒരാൾ അനുഭവിക്കുന്നതിനെല്ലാം കാരണം അയാളുടെ കർമ്മങ്ങൾ തന്നെയാണ് എന്നതാണ് സത്യം. അത് ഈ ജന്മത്തിലെയോ കഴിഞ്ഞ ജന്മത്തിലെയോ ഒക്കെ കർമ്മഫലമാകാം. അതിൻ്റെ കെട്ടുകളിൽ നിന്നെല്ലാം തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ അവസരമൊരുക്കും. കർമ്മഫലമായി ഒരു ഭക്തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാൻ ഭഗവാനാണ് അവനെ പ്രാപ്തനാക്കുന്നത്. അതുകൊണ്ട് സങ്കടങ്ങൾ വരുമ്പോൾ മനസ്സിൽ ചാഞ്ചാട്ടം ഉണ്ടാവരുത്. അതെല്ലാം ഭഗവാൻ നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ്. അതിനെ അതിജീവിക്കാനുള്ള വഴികളും ശക്തിയും ഭഗവാൻ തന്നെ നമുക്ക് തരും. അത് ഉറച്ചു വിശ്വസിക്കൂ. ഞാൻ ശ്രമിക്കുന്നുണ്ട് മൂന്തേട്ടാ. അതിജീവിച്ചല്ലേ പറ്റൂ. എല്ലാത്തിനും വേണ്ട ശക്തി ഭഗവാൻ തരുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നല്ലത്. ധൈര്യമായി മുന്നോട്ട് പോകൂ. എല്ലാം ശരിയാവും. മീര പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരൂ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ശരി മൂന്തേട്ടാ. മുത്തശ്ശ, മോൾ ഇത്ര പെട്ടെന്ന് നീ വന്നോ? ഞാൻ കരുതി മോള് വിളിച്ചതല്ലേ ഉള്ളൂ, കുറെ സമയം കൂടി എടുക്കുമെന്ന്. ഞാൻ ഇവിടെ എത്താറായപ്പോഴാ വിളിച്ചേ. അത് ശരി. സൂരജ് വിളിച്ചിരുന്നു മുത്തശ്ശ. ആണോ? എന്തു പറഞ്ഞു? അവനോട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ആദർശേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. ബാംഗ്ലൂരിൽ നിന്ന് 300 കിലോമീറ്റർ മറ്റോ മാറിയാണ് സൈറ്റ്. കാടിന്റെ അടുത്താന്നാ പറഞ്ഞ്. എന്തായാലും അവൻ വിളിച്ചല്ലോ. മോൾക്കിപ്പോ സമാധാനമായില്ലേ? ആയി. ഇടയ്ക്ക് സൂരജ് വിളിച്ചോളാന്ന് പറഞ്ഞു. എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്ന് കുറെ ദൂരം വരണം. രാത്രി കാട്ടിൽ കൂടി വരുന്നതൊന്നും സേഫ് അല്ലാത്തതുകൊണ്ടാവാം പുറത്ത് വന്ന് വിളിക്കാൻ പറ്റാത്തത്. 1 മാസത്തിനുള്ളിൽ ഫോൺ കണക്ഷൻ എല്ലാം ശരിയാവുന്നാ പറഞ്ഞേ. അപ്പൊ കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് കടന്നു പോകുമെന്നേ. എന്തായാലും മോൾക്ക് സന്തോഷമായല്ലോ. അതിന്റെ തെളിച്ചം മുഖത്ത് കാണാനും ഉണ്ട്. സൂരജ് ഇവിടെ ഇല്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ട് എന്റെ കല്യാണം നടത്താനുള്ള പ്ലാനിങ്ങിലാണ് അമ്മ. അതിനോരോ ആലോചനകൾ നോക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ തടയണമെന്ന് ആലോചിച്ച് വഴികൾ കണ്ടുപിടിച്ച് വെച്ചാ മതി. ആരെന്തൊക്കെ പ്ലാൻ ചെയ്താലും മോളുടെ സമ്മതമില്ലാതെ വിവാഹം നടത്താനൊന്നും പറ്റില്ലല്ലോ.
പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾക്കും കുറെയൊക്കെ കാര്യവിവരം ഉണ്ടാവില്ലേ? പിടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ലാതെ വന്നാല് അയാളോട് കാര്യമെല്ലാം തുറന്നു പറഞ്ഞാൽ മതിയല്ലോ. ഞാനും അതൊക്കെ കരുതിയാ നിൽക്കുന്നത്. സൂരജ് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അവിടേക്ക് പോകായിരുന്നു. എന്ത് കാരണം ഉണ്ടാക്കി പറഞ്ഞാലും ഇതുപോലൊരു സാഹചര്യത്തിൽ മോളെ അവിടേക്കൊന്നും തനിച്ചു വിടാൻ ഒരു സാധ്യതയില്ല. അത് ശരിയാണ്. എന്നാലും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ ഈ കല്യാണാലോചനയിൽ നിന്നെങ്കിലും രക്ഷപ്പെടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും അതൊന്നും നടക്കില്ല മോളെ. എല്ലാം ശക്തമായ മനസ്സോടെ നേരിടാൻ തയ്യാറാവുക. ആ ഒരു വഴിയേ ഇപ്പൊ മോളുടെ മുന്നിലുള്ളൂ. ഒരു കാരണവശാലും സൂരജിനെ അല്ലാതെ മറ്റാരെയും വിദ്യ വിവാഹം കഴിക്കില്ലെന്നും എന്തു വന്നാലും എല്ലാം സഹിച്ച് എതിർത്ത് നിൽക്കുമെന്നും ബോധ്യപ്പെടുമ്പോ വീട്ടിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ അങ്ങ് കുറഞ്ഞു വരും. ഒടുവിൽ അവർ നിങ്ങളുടെ വിവാഹം നടത്തി തരികയും ചെയ്യും. മുത്തച്ഛൻ പറയുന്ന പോലെ സംഭവിച്ചാൽ മതിയായിരുന്നു. സൂരജ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഒരു മെസ്സേജ് പോലും അയക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഓരോന്നൊക്കെ ചിന്തിച്ച് ഇടയ്ക്കാകെ നെഗറ്റീവ് അടിക്കും. പിന്നെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെങ്കിൽ മുത്തച്ഛൻ്റെ അടുത്ത് വരണം. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല മോളെ. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാമല്ലോ. സൂരജ് ഇവിടെ ഉണ്ടായിരുന്നപ്പോ അവൻ ഇടയ്ക്ക് വന്ന് എന്നെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവൻ പോയതോടെ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് മോള് മാത്രമേ ഉള്ളൂ. അല്ല, ഈ പ്രായത്തിൽ മോൾക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? അതൊന്നും ഇല്ലേ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങൾ വന്നതോടെ സൗഹൃദങ്ങൾക്കൊക്കെ ഒരകലം വെച്ചു. ഇപ്പൊ ആവശ്യത്തിന് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് അടുപ്പവും എല്ലാം വിളിച്ച് പറയലൊന്നുമില്ല. നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാ മോളെ. എല്ലാവർക്കും അത് ലഭിച്ചു എന്ന് വരില്ല. സാരമില്ല, ജീവിതം ഇനി നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. ഇനിയും അത് സംഭവിച്ചു കൂടായികയില്ലല്ലോ. അതെ. നമുക്കൊരു ചായ കുടിച്ചാലോ? നവാ. ആദർശ നല്ല ടെൻഷനിലാണ് കേട്ടോ. എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? അത്ര റേറ്റ് കുറച്ചല്ലേ പ്രോജക്റ്റ് പിടിച്ചിരിക്കുന്നത്. അതിന്റെ മാത്രമല്ല, ഹൈദരാബാദിലെ പ്രോജക്റ്റിലും എന്തോ കാര്യമായ പണി കിട്ടിയിട്ടുണ്ട്. ആണോ? അതെ. അതെന്താന്ന് മനസ്സിലായില്ല. എന്നാലും ഒന്ന് തിരക്കി അറിയാൻ പറ്റും. നമ്മുടെ സ്റ്റാഫുകൾക്ക് പലർക്കും അവിടെയുള്ള സ്റ്റാഫുമായി അടുപ്പമുണ്ടല്ലോ. നാളെ ചോദിച്ചു നോക്കാം. ആദർശൻ എന്തോ കഷ്ടകാലാണെന്ന് തോന്നുന്നത്. എന്ത് ചെയ്താലും കെണിയാണല്ലോ. അതല്ല, ആ ഭാഗ്യം കെട്ട പെണ്ണിന്റെ ആണെന്നേ. അവളെ കല്യാണം കഴിച്ചതിൽ പിന്നെ ആദർശ് നിലം തൊട്ടിട്ടില്ല. ഫുൾ ടൈം എയറിലല്ലേ. ചില നശൂലങ്ങൾ ജീവിതത്തിലോട്ട് വന്ന് കയറിയ പിന്നെ അങ്ങനെയാ. ഇതിപ്പോ മീരയുടെ കുഴപ്പം കൊണ്ടാണോ ആദർശിന്റെ സമയദോഷം കൊണ്ടാണോ നമ്മൾ എങ്ങനെ അറിയാം? അതറിയാനൊന്നുമില്ല. മീരയുടെ കുഴപ്പം തന്നെയാ. എല്ലാത്തിനും കാരണം അത് തന്നെയാ. അങ്ങനെ അല്ലാന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ഉത്സാഹം? എനിക്ക് അങ്ങനെ ഒരു ഉത്സാഹവും ഇല്ല. ഇതിപ്പോ മീരയുടെ കുഴപ്പം തന്നെ ആയിക്കോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? അതെ, മീരയുടെ വീട്ടിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ആ സൂരജിനെ ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് അയച്ചത്. ഞാൻ കരുതി ആദർശനെല്ലാം കൂടി ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് അവനെ അയച്ചതെന്നാ. പക്ഷെ അതല്ല, വേറെന്തോ സംഭവം ഇതിന്റെ പുറകിലുണ്ടെന്നാ തോന്നുന്നത്. അതെന്താടോ തനിക്ക് അങ്ങനെ തോന്നിയത്? മീര സൂരജിന്റെ കാര്യം എന്താ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാനൊരു കാര്യം സൈറ്റിൽ സംസാരിക്കുന്നത് കേട്ടു. എന്ത് കാര്യം? സൂരജും മീരയുടെ അമ്മാവന്റെ മകള് വിദ്യയും തമ്മില് ഒരു അടുപ്പമുണ്ടെന്നോ, അതാണ് സൂരജിനെ പെട്ടെന്ന് വേറൊരു നാട്ടിലേക്ക് മാറ്റിയതും എന്നൊക്കെ. അതിന് അവരൊക്കെ റിലേറ്റീവ്സ് അല്ലേ? എടോ, ബീന ആന്റി മീരയുടെ ഒറിജിനൽ അമ്മയൊന്നും അല്ലല്ലോ. പിന്നെ ആണെങ്കിലും അവര് മുറപ്പെണ്ണൻ ചെറുക്കനായിട്ട് വരില്ലേ? അത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാ സൈറ്റിൽ സംസാരമായത്? ഈ സൈറ്റിലും സൂരജ് കുറച്ചു ദിവസം നോക്കാൻ നിന്നല്ലേ. പിന്നെ മിക്ക പണിക്കാർക്കും മനോജ് അങ്കിളിനെ അറിയാം, പ്രത്യേകിച്ച് ഡെയിലി വേജസിന് വരുന്നവർക്ക്. അവരും മനോജ് അങ്കിളുടെ സൈറ്റിൽ പോകുന്നവരല്ലേ. ഓ, അപ്പോ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ
അവര് വിവാഹം നടത്താതെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനായിരിക്കും? ഈ സൂരജിന്റെ സ്വഭാവം അത്ര ശരിയല്ലല്ലോ. പിന്നെ വിദ്യയാണെങ്കിൽ PhD. ആ റേഞ്ചിലൊരു പയ്യനെ വേണമെന്ന് അവർക്ക് തോന്നില്ലേ? എന്നാലും വിദ്യക്ക് അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ അതിന് വലിയ അർത്ഥമുണ്ടോ? ആ, എല്ലാവരും അങ്ങനെ ചിന്തിക്കൂടോ? ഇല്ലായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചതുകൊണ്ടല്ലേ നമ്മുടെ കല്യാണം നടന്നത്. ആ, അത് നടക്കുന്നത് വരെ നമ്മുടെ കല്യാണം സംഭവിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. അത് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? അന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച അത് നേടിയെടുക്കുന്നു. അത് സത്യമാണെന്ന് ബോധ്യായില്ലേ? ആയി. അതാണ്. ആ, തൽക്കാലം അവരുടെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ. അങ്കിളിന് വേണ്ടി സെറ്റ് ചെയ്ത വക്കീൽ വിളിച്ചിരുന്നു. അങ്കിളിന് ഉടനെ ജാമ്യം കിട്ടുന്ന വക്കീല് പറഞ്ഞത്. ആണോ? ഓ, അപ്പോ വക്കീലും മിടുക്കനാണല്ലോ. അതൊക്കെ അങ്കിള് പുറത്തിറങ്ങിയിട്ട് ഉറപ്പിക്കാം. എന്നാലും അങ്കിൾ ഇറങ്ങുമെങ്കിൽ പുറത്തു വന്ന ശേഷം അങ്കിളിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഏയ് എടോ, അതൊക്കെ റിസ്ക് ആടോ. അത്രയും വലിയ തലവേദന നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്ത് വെക്കണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഏയ്, അത് പോരാ. പുറത്തിറങ്ങി അങ്കിളിന് ജോലി കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നതാ. താൻ എന്തിനാ ബി ആവശ്യമില്ലാത്ത വാക്കുകൾ കൊടുക്കാൻ പോകുന്നത്? ഇതൊക്കെ തന്റെ അമ്മയെ ആദർശൊക്കെ അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? അവരിതിനെ എതിർക്കില്ലേ? ആദർശിന്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല. പക്ഷേ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. താൻ എന്ത് പറഞ്ഞ അമ്മയെ മനസ്സിലാക്കിക്കാൻ പോകുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയാണ് അയാൾ വെറുതെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ കൊടുത്താടോ. ഒരു നോർമൽ മനസ്സുള്ള ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത്? ശരിയാണ്. പക്ഷേ അതൊക്കെ അങ്കിളിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. നിലനിൽപ്പിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്നത് എവിടുത്തെ നീതിയാണ്? താൻ എന്ത് പറഞ്ഞാലും അയാൾ ന്യായീകരിക്കാൻ പറ്റില്ല. തൽക്കാലം നിങ്ങൾ ആരെയും ന്യായീകരിക്കണ്ട. അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ആദ്യം അങ്കിള് ജാമ്യത്തിൽ ഇറങ്ങട്ടെ. അത് കഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ. ആ, എന്തായാലും എല്ലാം അറിഞ്ഞുകൊണ്ട് പാമ്പിനെടുത്ത് മടി വയ്ക്കുന്ന അത്ര നല്ലതല്ല. കിടന്ന് വെകിളി കൂട്ടാതെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്ക്. ചിലപ്പോഴേ ബുദ്ധി തെളിയും. മതിയോ? എനിക്ക് ഒരെണ്ണം മതി. അതെന്താ, നീ ഡയറ്റിംഗിലാണോ? നിന്റെ കോലം കാണാനുണ്ട്. ആകെ അങ്ങ് വല്ലാതെ ആയല്ലോ. അതിനെ ഇവിടെ നിരാഹാരം നടത്തല്ലേ മോനെ? ഭക്ഷണം പോലും കഴിക്കാതെ അവന് വേണ്ടി സമരം നടത്തുക. ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ നേരത്തെ എത്തിയനെ. എന്നെ ഏട്ടനെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. അത് നിന്റെ മാത്രം വിശ്വാസം. സൂരജിനെ പോലെ ഒരുത്തനെ സ്നേഹിച്ചതും അവന് വേണ്ടി വാശി പിടിച്ചതും വലിയ തെറ്റ് തന്നെ. അച്ഛനും അമ്മയ്ക്കും അറിയാത്ത ആളെയൊന്നുമല്ലല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും നമുക്ക് യോജിക്കുന്ന കുടുംബം തന്നെയാ സൂരജിന്റേത്. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഒന്ന് നിർത്ത് തന്നെ, വഴക്കുണ്ടാക്കാതെ. പിന്നെ ഇവള് പറയുന്നത് നിങ്ങളും കേട്ടില്ലേ? നമുക്ക് യോജിച്ച ബന്ധമാണിതെന്ന്. ധന്യേ, നീ സമാധാനിക്കേ. വാശി കാണിച്ചാലോ വഴക്കുണ്ടാക്കിയാലോ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ല. നമുക്ക് വേണ്ടത് ഈ കാര്യത്തിനൊരു പരിഹാരമാണ്. ശരി, ഞാനൊന്നും മിണ്ടുന്നില്ല. നിങ്ങളെല്ലാരും കൂടി എന്താന്ന് വെച്ചാ തീരുമാനിക്ക. അത് പക്ഷേ ഇവളുടെ ആ വായി നോക്കിയുടെ കല്യാണം നടത്താന്ന് മാത്രം ആവരുത്. വിദ്യയുടെ ജീവിതമല്ലേ അമ്മേ ഇത്? അതിലെ തീരുമാനം എടുക്കേണ്ടതും വിദ്യ തന്നെയല്ലേ? നിങ്ങളെ രണ്ട് മക്കളെയും പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് വളർത്തിയതാ ഞാൻ. എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് ഞാൻ മുൻഗണന തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ട് എന്താ അച്ഛാ എന്റെ ലൈഫിലെ പ്രധാന കാര്യം വന്നപ്പോ എന്നെ എതിർക്കുന്നത്? ഈ കാര്യത്തിൽ മാത്രം എന്താ എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കാത്തത്? അത് എനിക്കറിയാം, മനസ്സുകൊണ്ട് അച്ഛൻ എന്റെ ഇഷ്ടത്തോട് എതിർപ്പൊന്നുമില്ലാന്ന്. പിന്നെ ഈ ദേഷ്യം കാണിക്കുന്നത് മുഴുവനും അമ്മയ്ക്ക് വേണ്ടിയോ? അതെടി, അങ്ങനെ തന്നെ കരുതിക്കോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ വിവാഹം നടക്കില്ല. ആ ചെറുക്കൻ നിന്റെ പിറകെ വരുന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവന്റെ അമ്മ ആ ബീന എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞതാ. അമ്മ
അമ്മ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയണ്ട. സൂരജിനെ എനിക്കറിയാം. മോളെ വിദ്യേ, നീ സമാധാനിക്കേ. ധന്യ നിന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് പറയുന്നതല്ലേ. അതെങ്ങനെയാ മുത്തശ്ശി? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുകയാണോ വേണ്ടത്? അമ്മേ, നമ്മൾ എന്തിനാ എതിർക്കുന്നത്? ഇത് വിദ്യയുടെ ജീവിതമാ. ഇതിലും നന്മയും തിന്മയും അനുഭവിക്കേണ്ടത് ഇവളാ. ഇവളുടെ നല്ല ഭാവിക്കാണെന്നും പറഞ്ഞ് ഇവൾ ആഗ്രഹിക്കാത്തൊരു ജീവിതത്തിലേക്ക് തള്ളിവിടണോ? അതെ, എല്ലാം തികഞ്ഞതെന്ന് കരുതി നമ്മൾ കണ്ടെത്തി കൊടുക്കുന്ന ജീവിതം അവൾക്ക് സന്തോഷം കൊടുക്കാതെ വലിയ പ്രശ്നങ്ങളിലായാൽ അതുകൊണ്ട് നമ്മൾ തന്നെ ദുഃഖിക്കണ്ടേ? ഇത് തന്നെയാണ് എന്റെയും സംശയം. എന്തൊക്കെ പറഞ്ഞാലും സൂരജിനെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാം. നമ്മുടെ കൺമുമ്പിൽ വളർന്ന കുട്ടിയവൻ. അപ്പൊ പിന്നെ കൂടുതലൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യവും ഇല്ല. ഓഹോ, അപ്പോ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായല്ലേ? ഇപ്പൊ ഞാൻ പുറത്ത്. എനിക്കറിയാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വരുമെന്ന്. അങ്ങനെയാണോ അമ്മ പറഞ്ഞത്? നീ എന്തിനാ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ വിശാലിനെ നമ്മൾ വിളിച്ചു വരുത്തിയത്? അതെ, എന്ന് കരുതി ഇതാണോ തീരുമാനം? നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ട് വിദ്യ ആ ചെറുക്കനെയും തമ്മിൽ കെട്ടിക്കുന്ന മട്ടാണല്ലോ. അമ്മ പ്ലീസ്, എനിക്ക് വേണ്ടി അമ്മയ്ക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ. ഒരു ലൈഫ് മുഴുവൻ ഇഷ്ടപ്പെടാത്ത ജീവിതം കഷ്ടപ്പെട്ട് ജീവിച്ചു തീർക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞതാ. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ ഞാൻ മരിച്ചു എന്ന് വേണം നിങ്ങൾ കരുതാൻ. എന്തൊക്കെയാ ധന്യ നീ പറയുന്നത്? ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിന്റെ അമ്മയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കമ്പനിയുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ലെന്ന് പറഞ്ഞതിന് ശേഷം ആദർശവും അഭിരാമിയും തമ്മിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള മത്സരം തുടങ്ങി. അപ്പൊ ഞാൻ എല്ലാവരോടൊന്ന് സംസാരിച്ചതാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാ. നിങ്ങൾക്ക് ആർക്കായാലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതെന്നെയും ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെയും കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഒന്നും എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതെന്തു തന്നെ ആയാലും എന്നെ കൂടെ അറിയിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഹൈദരാബാദിലെ പ്രോജക്റ്റിൽ വലിയൊരു ചീറ്റിംഗ് നടന്ന കാര്യം ആദർശ് ഇതുവരെ എന്നെ അറിയിച്ചിട്ടില്ല. അത് അമ്മേ, ഞാനിങ്ങ് വന്നല്ലേ ഉള്ളൂ. അമ്മയോട് എല്ലാം പറയാനുള്ള ഒരു അവസരം എനിക്കിതുവരെ കിട്ടിയില്ലല്ലോ. മീര ഇതെല്ലാം അറിഞ്ഞിരുന്ന കാര്യം തന്നെയല്ലേ? മീര ഇതുവരെ എന്നോട് ഈ പ്രശ്നത്തെപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. ആദർശ് വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോയത്, ശരിയല്ലേ? കമ്പനിയിലെ കാര്യങ്ങൾ അറിയാവുന്ന പുറത്തുള്ള ആളുകൾ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നല്ലോ, എന്തായി, അതെങ്ങനെയാ ഡീൽ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ഞാൻ നിന്ന് ഉരുകായിരുന്നു. അമ്മയ്ക്കും ആദർശിനും മീരയ്ക്കും എന്താണ് സംഭവം എന്നറിയാം. ഞാനും വിഘ്നേഷേട്ടനും കഥയറിയാതെ ആട്ടം കാണുക. ഒന്നുകിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ഞങ്ങളോട് പറയണമായിരുന്നു. അതിപ്പോ ആദർശ് തന്നെ പറയും. എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. ഹൈദരാബാദിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് സ്ഥലം തന്നത് അവിടുത്തെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അതിൽ അവിടുത്തെ മിനിസ്റ്ററുടെ സഹോദരനടക്കം വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർ നമുക്ക് തന്ന സ്ഥലത്തിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ പുറമ്പോക്ക് ഭൂമിയും നോക്കാൻ ആളില്ലാതെ കിടന്ന മറ്റാരുടെ ഭൂമിയും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരടക്കം ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നു. അതോടെ അവർ വിൽപ്പന നടത്തിയ സ്ഥലത്തെ എല്ലാ വർക്കുകളും നിർത്തിവെക്കാൻ ഓർഡറായി. അതിൽ നമ്മളും പെട്ടിരിക്കുക. അയ്യോ, അപ്പോ
ഇനി ആ പ്രോജക്റ്റ് നടക്കുന്ന ലക്ഷണമില്ലല്ലോ. ആ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിലിനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അവർ ചീറ്റ് ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടും. പക്ഷേ ആ കമ്പനിക്ക് അവർ വാങ്ങിയ പണം തിരികെ തരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. അതിന് എത്ര നാൾ സമയമെടുക്കുമെന്നൊന്നും അറിയാൻ ഒരു വഴിയില്ല. ഞാൻ നോക്കിയിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? അതിപ്പോ നമ്മളാരും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷേ മീര വിചാരിച്ചാൽ നടക്കും. മീര വിചാരിച്ചാ എന്ത് നടക്കുമെന്നാ പറയുന്നത്? മീര ഭഗവാന്റെ വലിയ ഭക്തിയും പൂജാരിയൊക്കെ അല്ലേ? ദൈവം വിളിച്ച വിളിപ്പുറത്തല്ലേ? മീര ഒരു പ്രത്യേക പൂജ അങ്ങ് ചെയ്യട്ടെ. ഹൈദരാബാദിലെ പ്രശ്നങ്ങളൊക്കെ ചുമ്മാ ഒന്നും അല്ലാതാകുന്നത് കാണാലോ.